നമ്മുടെ പി സി ജോർജ് സാറിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നാളെ അറിയാം. അത്യാവശ്യം വരുമ്പോൾ ചലനം തെറ്റി ചിത്രം വേറെ വരയ്ക്കുന്ന ഹൃദയമുള്ളപ്പോൾ അദ്ദേഹത്തിന് ആശുപത്രിയിൽ കഴിയാനായി. ആൻജിയോഗ്രാം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് ആവശ്യം. കൂടാതെ പൊതുപ്രവർത്തകരാകുമ്പോൾ അങ്ങനെ കേസൊക്കെ വരുന്നത് പതിവാണെന്നും രാജ്യത്ത് ഒരുപാട് പേർക്കെതിരെ കേസുണ്ടെന്നുമാണ് അദ്ദേഹത്തിൻ്റെ വക്കീൽ വാദിച്ചത്. പ്രോസിക്യൂഷൻ പറഞ്ഞത് പലതവണ ഇദ്ദേഹം ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഈ കേസിലെ അന്വേഷണമെല്ലാം പൂർത്തിയായി എന്നാണ്. വാദിഭാഗത്തിൻ്റെ കേസ് കൊടുത്തവരുടെ വക്കീൽ പറഞ്ഞത് ആൻജിയോഗ്രാം ചെയ്യണം എന്നൊക്കെയുള്ള റിപ്പോർട്ട് ഏത് ആശുപത്രിയിൽ നിന്നും ആരും ഇവരെപ്പോലുള്ളവർക്ക് എഴുതി കൊടുക്കുമെന്നാണ്. സംഗതി ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പറയുന്ന വാദങ്ങളും പി സി ജോർജ് എന്ന കേരളം കൊണ്ടു നടന്നിരുന്ന ഒരു ജനപ്രതിനിധിയുടെ സ്ഥിതിയും തമ്മിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര കഷ്ടമാണ്. പി സി ഇനിയെങ്കിലും ഈ ഹൃദയത്തിൻ്റെ താളം തെറ്റുന്ന ചിത്രവും വരച്ച് ഇതുപോലെ കയറി കിടക്കേണ്ടതിന് പകരം മാന്യമായി രാഷ്ട്രീയ പൊതുപ്രവർത്തനം നടത്തി സ്വന്തം നാവ് സൂക്ഷിച്ച് ജീവിച്ചുകൂടെ? കഷ്ടം. പി സി ജോർജ് ജയിലിലാണ്. സാങ്കേതികമായി ജയിലിലാണെങ്കിലും പല സന്ദർഭങ്ങളിലും ഇതുപോലെയുള്ള ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് നെഞ്ചിൻ്റെ ചിത്രമാണ്. ഇവർ വലിയ നെഞ്ചുകാരാണെന്ന് പറയുന്നെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഈ നെഞ്ചിൻ്റെ താളം തെറ്റിക്കാൻ ഇവർക്ക് പറ്റും. അദ്ദേഹത്തിൻ്റെ BP കൂടി താളവും തെറ്റിയതുകൊണ്ടാണ് ആശുപത്രിയിലാക്കിയത്. ഇന്നിപ്പോൾ വീണ്ടും ഈരാറ്റുപേട്ട കോടതിയിൽ കൊടുത്ത ജാമ്യത്തിൻ്റെ വാദമായിരുന്നു. ആ വാദത്തിൽ അദ്ദേഹത്തിൻ്റെ വക്കീൽ പറഞ്ഞത് പൊതുപ്രവർത്തകർക്ക് ഇതുപോലെയുള്ള കേസുകൾ സാധാരണമാണ്, ഇതിൽ അത്യാപൂർവമായി ഒന്നുമില്ലെന്നാണ്. നാണമില്ലെങ്കിലും ആ വാദം കേൾക്കാൻ ഒരു രസമുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും മുൻ MLAക്ക് ഇത്തരമൊരു കേസുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? നമുക്കൊക്കെ ഓർമ്മയായ കാലം മുതലേ സംഘം പ്രവർത്തകനാണ് O രാജഗോപാൽ. അദ്ദേഹം MLA ആയി, MP ആയി, കേന്ദ്രമന്ത്രിയായി. അദ്ദേഹവും ഉറച്ച BJP പ്രവർത്തകനായി ഈ സമൂഹത്തിൽ എല്ലാവരുടെയും സ്വീകാര്യത നേടി പ്രവർത്തിച്ചു. അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും ഇതുപോലൊരു കേസ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഏതെങ്കിലും മുൻ MLAമാർക്കെതിരെ ഇതുപോലൊരു വർത്തമാനത്തിന് കേസ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? അപ്പോൾ പിന്നെ രാജ്യത്ത് പല ഭാഗത്തും എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലുമൊക്കെ വെളിവില്ലാതെ വിളിച്ചു കൂവുന്നവരുടെ ആ സാമാന്യവൽക്കരണമാണ് ഇവിടെ നടത്തിയതെങ്കിൽ പി സിക്ക് പറ്റിയ ഇടം പൂഞ്ഞാറല്ല. ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലുമുള്ള ഗ്രാമങ്ങളിൽ അവരോടൊപ്പം പോയി താമസിച്ചാൽ ഇത് വളരെ നിസ്സാര കാര്യമാണ്. പക്ഷേ കേരളത്തെപ്പോലൊരു നാട്ടിൽ ഒരു മുൻ MLAയും ദീർഘനാൾ ജനപ്രതിനിധിയുമായിരുന്ന ഒരാൾ ഇങ്ങനെ പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? വല്ല ന്യായവുമുണ്ടോ? പിന്നെ പറഞ്ഞ മറ്റൊരു കാര്യം ആൻജിയോഗ്രാം വേണ്ടി വരുമെന്നാണ്. നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളുടെയും പ്രവർത്തനത്തിൻ്റെ താളം പിഴയ്ക്കുന്നത് ആരോഗ്യമുള്ള മനുഷ്യർക്ക് നൽകുന്നൊരു സൂചനയാണ്. മരണമെന്ന അനിവാര്യ യാത്രയ്ക്ക് കരുതിയിരിക്കാൻ. ആ യാത്ര ഒരു ശൂന്യതയാണെന്നും അങ്ങനൊരു യാത്രയ്ക്ക് ശേഷം നമ്മളെക്കുറിച്ച് ആളുകൾ എന്ത് പറയുമെന്നും, ഞാൻ ഇത്രയും നാൾ ജനപ്രതിനിധിയായിരുന്ന ഒരുപാട് മനുഷ്യർക്ക് ഉപകാരവും അതോടൊപ്പം അവരുടെ പിന്തുണയും നേടിയ ഞാൻ കുറഞ്ഞപക്ഷം യാത്രയാവുമ്പോൾ എൻ്റെ നാടും കാലവും ചരിത്രവും ഓർമ്മ മറയുന്നത് വരെയെങ്കിലും എന്നെ എങ്ങനെ ഓർത്തിരിക്കണമെന്ന ഒരു ചിന്ത ഒരാൾക്കുണ്ടാകണ്ടേ? ആൻജിയോഗ്രാം വേണമെന്ന് പറഞ്ഞത് കളവല്ല, സത്യമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്തരമൊരു ചിന്ത ഇപ്പോഴെങ്കിലും ഉണ്ടാകേണ്ടത് ആവശ്യമല്ലേ? ഇതേ പി സി ജോർജ് അല്ലേ കൊമ്പ് ചികിത്സയുമായി വിദേശത്ത് പോയി അവിടെ ഇരുന്ന് പ്രവാചകചര്യയാണ് കൊമ്പ് ചികിത്സയെന്നും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും അത് ചെയ്താൽ തനിക്ക് കിട്ടുന്ന സുഖത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് ആവേശം കൊണ്ടിട്ട് അവസാനം ഈ പിന്തുണച്ചവരുടെ നെഞ്ചത്തേക്കും ആസനത്തിലേക്കും സ്വന്തം വിദ്വേഷത്തിൻ്റെ കൊമ്പ് കുത്തിയിറക്കിയത്? എന്ത് നേടി? എന്ത് സമ്പാദിച്ചു? എന്തെങ്കിലും കിട്ടിയോ ഈ വിദ്വേഷം കൊണ്ട്? ഒന്നും കിട്ടിയില്ലല്ലോ. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കിടന്ന് ഓടുന്നുണ്ട് KM മാണി എന്ന് പറയുന്ന ഒരു മുതിർന്ന രാഷ്ട്രീയക്കാരൻ. ഒരിക്കൽ പോലും നിലവിട്ട് സംസാരിച്ചിട്ടില്ലാത്ത അദ്ദേഹം ഒച്ച വെച്ച് വികാരപരമായി അദ്ദേഹത്തിന് നേരെ ഉയർത്തിയ ഒരു വ്യാജ അഴിമതി കേസിൽ അദ്ദേഹം തിരിച്ച് പ്രതികരിക്കുന്നത്. ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയാണ് ഈ നിൽക്കുന്ന പി സി ജോർജ് എന്ന് എല്ലാ ക്ഷമയുടെയും അതിർവരമ്പുകൾ വിട്ട് KM മാണി സാറിനെ പോലെ ഒരാൾ അസംബ്ലിയിൽ പറഞ്ഞതൊന്നും താങ്കളെ ഏശിയിട്ടുണ്ടായില്ല. താങ്കളതൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടായില്ല. താങ്കൾ ആരുടെ പുറത്താണ്
ഈ വിദ്വേഷത്തിൻ്റെ കൊമ്പ് കുത്തിക്കയറ്റിയത്? ഈരാറ്റുപേട്ടയിൽ ജോയി എബ്രഹാം എന്ന് പറയുന്ന വളരെ സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയോടൊപ്പം മത്സരിക്കുമ്പോൾ അന്ന് താങ്കളോടൊപ്പം ഉണ്ടായിരുന്ന തീവ്രവാദികൾ പാകിസ്ഥാനിൽ പോകാൻ പറഞ്ഞ വിഭാഗത്തിൽ പെടുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു. മത്സരിക്കുമ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും പിന്നിലായി പോയ PC ജോർജ് ഈരാറ്റുപേട്ടയും കൂടി എണ്ണുമ്പോഴേക്കും 1000 വോട്ടുകൾക്ക് പിന്നിലായിരുന്നു ഈരാറ്റുപേട്ട എണ്ണി തുടങ്ങുമ്പോൾ. PC ജോർജിൻ്റെ പിതാവ് പ്ലാത്തോട്ടിൽ ചാക്കോ എന്ന മനുഷ്യൻ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി പോകുമ്പോൾ അവിടെ ഇരിക്കാൻ ഇവരാവശ്യപ്പെട്ടതും ഒടുവിൽ ഈരാറ്റുപേട്ട എണ്ണി തീർന്നപ്പോൾ PC ജോർജ് 1000-ഓ 2000-നോ അടുത്ത വോട്ടിന് ജയിച്ചതും. അന്ന് മുതൽ ഭൂരിപക്ഷം നൽകി ഒപ്പം നിന്ന ഒരു ജനത്തെ, ഒരു സമൂഹത്തെ ഈ പറയുന്ന വൈരാഗ്യബുദ്ധിയോടുകൂടി ആക്രമിക്കുന്നതിൽ എന്താണ് താങ്കൾക്ക് കിട്ടുന്നത്? ഈ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ PC ജോർജ് എന്ന് പറയുന്ന ഒരാളിനെ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് ഈ സമൂഹത്തിലെ വിദ്വേഷമൊന്നും ഇല്ലാതാകില്ല. പക്ഷേ താങ്കളെപ്പോലെ ഒരാൾ ഇതുപോലെ പറഞ്ഞ് സ്വയം നാറി ഇല്ലാതായിത്തീരേണ്ട ഒരാളാണോ? അതിനെക്കുറിച്ചൊരു സ്വയം ആലോചന ഇനിയെങ്കിലും നടത്തണ്ടേ? ഷോൺ ജോർജ് ചിലപ്പോൾ ആവേശം കയറ്റി തരുകയോ എന്തെങ്കിലും പറഞ്ഞു തരികയെങ്കിലും ചെയ്യുമെങ്കിലും ആരെങ്കിലും കുടുംബക്കാരോ അറിയാവുന്നവരോ ഈ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കണ്ടേ ഇനിയെങ്കിലുമുള്ള കാലം ശാന്തമായിരിക്കാൻ? കുറേ ദിവസം കൂടി അദ്ദേഹത്തെ ജയിലിലിട്ടതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഇടുന്നത് ഒരു നേട്ടവുമായി കാണേണ്ടതില്ല. പക്ഷേ ഇത്രയും വിദ്വേഷങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടും ഒന്നും ഈ സമൂഹത്തിൽ സംഭവിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കും എന്ത് വിദ്വേഷവും വിടുവായിത്തരവും ഉറക്ക വിളിച്ച് പറയുന്നതിന് വല്ല ലൈസൻസും ഉണ്ടാവുമോ? ഏതായാലും നാളെ ജാമ്യം കിട്ടാനാണ് കൂടുതൽ സാധ്യത. കാത്തിരിക്കാം ഈരാറ്റുപേട്ട കോടതി എന്തു പറയുന്നു എന്നറിയാൻ.